ഹലോ, അസ്സലാമു അലൈക്കും. ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്നത് പാലും ഗോതമ്പ് പൊടിയും വെച്ചിട്ടുള്ളൊരു ഐസ്ക്രീമാണ്. ഇതെങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. അതിനുവേണ്ടി ഞാൻ ഇവിടെ ഒരു 1/4 കപ്പ് പാലെടുത്തിട്ടുണ്ട്. അതിലേക്ക് 2 ടേബിൾ സ്പൂൺ ഗോതമ്പ് പൊടി ഇട്ട് കൊടുക്കാം. നന്നായി ഒന്ന് മിക്സാക്കി കൊടുക്കുക. ഒരു കട്ടയില്ലാതെ ഒന്ന് മിക്സാക്കി കൊടുക്കാം. ഒട്ടും തന്നെ കട്ടയില്ലാതെ മിക്സാക്കി കൊടുക്കണം. നന്നായി മിക്സ് ആക്കിയിട്ടുണ്ട്. ഇനി ഒരു സൈഡിലേക്ക് മാറ്റി വെക്കാം. ഇനി ഒരു പാൻ എടുത്ത് അതിലേക്ക് 1/2 ലിറ്റർ പാല് ചേർത്ത് കൊടുക്കാം. 500 മില്ലി പാല് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം ഇതിലേക്ക് ആവശ്യത്തിന് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഞാൻ ഇവിടെ 7 ടേബിൾ സ്പൂണോളം പഞ്ചസാര ചേർക്കുന്നുണ്ട്. കുറച്ച് കൂടുതലായി പഞ്ചസാര ചേർക്കണം, അല്ലെങ്കിൽ ഐസാകുമ്പോൾ മധുരം കുറയും. ഇത് നന്നായി ഒന്ന് മിക്സാക്കി കൊടുക്കാം. തീ ഓൺ ചെയ്ത് മീഡിയം തീയിൽ വെച്ച് മിക്സാക്കി കൊടുക്കുക. അതിനുശേഷം പഞ്ചസാരയും മലിന് ശേഷം നേരത്തെ കലക്കി വെച്ചിരിക്കുന്ന ഗോതമ്പ് പൊടി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് നന്നായി ഒന്ന് മിക്സാക്കി കൊടുക്കുക. ചെറുതായി ഒന്ന് കുറുകി വരുന്നവരെ മിക്സാക്കി കൊടുക്കാം. ചെറിയ തീയിൽ വെച്ച് മിക്സാക്കി കൊടുക്കണം. ഇങ്ങനെ ചെറിയ ചെറിയ കട്ടയുണ്ടായാൽ കുഴപ്പമില്ല. ഇത് തണുത്തിട്ട് മിക്സിയിലടിക്കും. അടിക്ക് പിടിക്കരുത്, ഇളക്കിക്കൊണ്ടേ ഇരിക്കണം, അല്ലെങ്കിൽ അടിക്ക് പിടിക്കും. ഇത്രയും കുറുകിയാൽ മതി. തീ ഓഫ് ചെയ്യാം. ഇത് നന്നായി തണുക്കാൻ വെക്കാം. തണുത്തതിന് ശേഷം ചെറുതായി ഒന്ന് കുറുകി വരും. ഇനി ഇത് മിക്സിയിലിട്ട് ഇത് നന്നായി അടിച്ചെടുക്കുക. നന്നായി അടിച്ചെടുക്കണം. അടിച്ചെടുത്ത ശേഷം ഒരു പാത്രത്തിൽ വെച്ച് 1 മണിക്കൂറോളം ഫ്രീസറിൽ വെക്കാം. 1 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. ചെറുതായി ഒന്ന് കട്ട് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. ഇനി ഇത് ഇളക്കി മാറ്റിയതിന് ശേഷം ഒന്നും കൂടി മിക്സിയിലിട്ട് അടിച്ചെടുക്കണം. ഞാൻ ഇവിടെ മുഴുവനായിട്ട് മിക്സിയിലിട്ടിട്ടുണ്ട്. ഇനി നന്നായി അടിച്ചെടുക്കുക. ഇതേപോലെ നന്നായി അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി വീണ്ടും ഞാൻ ഇതിൻ്റെ പകുതി അതേ പാത്രത്തിൽ തന്നെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ഇതൊരു 15 മിനിറ്റ് ഫ്രീസറിൽ വെക്കുന്നുണ്ട്. അടച്ചു വെച്ച് ഫ്രീസറിൽ വെക്കാം. ഒന്ന് ചെറുതായി ഒന്ന് സെറ്റാൻ വേണ്ടിയാണ്. അല്ലെങ്കിൽ ഞാൻ ഇവിടെ 2 കളറാണ് എടുത്തിരിക്കുന്നത്. വനിലയും സ്ട്രോബെറിയുമാണ് എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് ഒരു കളർ വേണമെങ്കിൽ ഇപ്പോൾ തന്നെ മുഴുവനായിട്ട് ഒഴിച്ചു കൊടുത്താൽ മതി. ഞാൻ ഇവിടെ ബാക്കി പകുതിയിലേക്ക് ടൈഗറിൻ്റെ സ്ട്രോബെറി എസൻസ് ചേർക്കുന്നുണ്ട്. 2 ഡ്രോപ്പോളം ഒഴിച്ചു കൊടുത്താൽ മതി. ഇനി ഇത് നന്നായി മിക്സിയിലിട്ട് അടിച്ചെടുക്കാം. ഇതൊരു 15 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നേരത്തെ വനില ഫ്ലേവറിലുള്ള ഐസ്ക്രീം 15 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിലായിട്ട് സ്ട്രോബെറി ഫ്ലേവറുള്ള ഐസ്ക്രീം ചേർത്ത് കൊടുക്കാം. മിക്സ് ചേർത്ത് കൊടുക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ മാംഗോ എല്ലാം ആവാം, അല്ലെങ്കിൽ ഒരു കളർ മാത്രമാവാം, വനില മാത്രമാവാം. ഇത് എല്ലായിടത്തും ലെവൽ ചെയ്ത് കൊടുത്തതിന് ശേഷം ഒരു 6 മണിക്കൂറെങ്കിൽ ഫ്രീസറിൽ വെച്ച് സെറ്റ് ചെയ്ത് എടുക്കണം. മാക്സിമം 6 മണിക്കൂർ അല്ലെങ്കിൽ 8 മണിക്കൂറോളം വെക്കണം. ഓരോരുത്തരുടെ ഫ്രിഡ്ജിൻ്റെ തണുപ്പനുസരിച്ച് വെക്കണം. എൻ്റെ ഫ്രിഡ്ജ് 6 മണിക്കൂർ കൊണ്ട് നന്നായി സെറ്റായിട്ടുണ്ട്. ഇനി ഇതൊരു വെള്ളത്തിൽ ഇറക്കി വെക്കാം. ഇത് പെട്ടെന്ന് ഇളകി കിട്ടാൻ വേണ്ടിയാണ്. ഇത് സ്കൂപ്പ് ചെയ്തിട്ടും എടുക്കാം. ഞാൻ ഇവിടെ കട്ട് ചെയ്തിട്ടാണ് കഴിക്കുന്നത്. കട്ട് ചെയ്ത് കഴിക്കുമ്പോഴാണ് 2 ഫ്ലേവറും കറക്റ്റായിട്ട് കിട്ടുക. സ്കൂപ്പ് ചെയ്തിട്ട് കഴിക്കുന്നുണ്ടെങ്കിൽ വേറെ വേറെ പാത്രത്തിലേക്ക് ഓരോ ഫ്ലേവർ ഇട്ടിട്ട് സെറ്റ് ചെയ്ത് വെച്ചാൽ മതി. ഇതേപോലെ എല്ലാം ഇളക്കിയെടുത്തതിന് ശേഷം ഒരു പ്ലേറ്റിലേക്ക് മാറ്റാം. കണ്ടില്ലേ, നന്നായി സെറ്റായിട്ടുണ്ട്. ഇനി ഇതാ ഇവിടെ ഒരു കത്തി വെച്ച് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്.
നല്ല ക്രീമി ആയിരിക്കും. ഇത് കുറച്ചും കൂടി സമയം പുറത്ത് വെച്ചാൽ നല്ല ക്രീമി ആയിരിക്കും. ഇതിലേക്ക് നല്ല ക്രീമി ആയിട്ടുണ്ട്. സ്കൂപ്പ് ചെയ്തിട്ട് കഴിക്കുന്നുണ്ടെങ്കിൽ വേറെ പാത്രത്തിലാക്കി 2 ഫ്ലേവറിലാക്കി മാറ്റിയാൽ മതി. അങ്ങനെ നമ്മുടെ പാലും ഗോതമ്പ് പൊടിയും കൊണ്ടുള്ള ഐസ്ക്രീം ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കും. എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. മറ്റു റെസിപ്പീസുമായി വരുന്നത്. ബൈ.